15 വിഷുയുടെ ആണ്. ഒരു ഏപ്രിൽ 15 ഞാൻ ഫ്രീ ഡേ ആണ്. അപ്പോൾ ഒരു ഔട്ടിങ് പുറത്തേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്ത് പോകുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നത്തെ ഡേ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാത്രി തന്നെ കിടക്കാൻ സമയത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ രാവിലെ എന്തായാലും ഒരു പുറത്ത് പോകും. അങ്ങനെ പ്ലാൻ ചെയ്തൊരു ഡേ ആണ്. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് രാവിലെയും കണ്ടു. ഭയങ്കര എനർജറ്റിക്കായിട്ട് എഴുന്നേൽക്കുകയും അതുപോലെ തന്നെ എനിക്ക് ഫ്യൂച്ചറിനെ കുറിച്ചൊരു ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പാസ്റ്റിലെ മിസ്റ്റേക്കിനെ കുറിച്ചും അതുപോലെ തന്നെ പാസ്റ്റിലെ ചിന്തകളും കടന്നു കൂടിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. കുറേ ആയി ഞാനൊരു ഡേ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോസിൽ ഇതുവരെ ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന കുർത്ത അത് ഞാൻ ഗോകുലമാളിൽ നിന്ന് വാങ്ങിയതാണ്. അടിപൊളിയാണ്. നല്ല ഇപ്പോൾ ഒരു വേനൽ കാലത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു കുർത്തയാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ സന്തോഷകരമായൊരു കാര്യം കൂടിയുണ്ട്. എനിക്കിപ്പോൾ നല്ല ഡ്രസ്സ് ധരിക്കുന്നതും അതുപോലെ തന്നെ നല്ല മേക്കപ്പ് ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. പണ്ട് കാലങ്ങളിൽ കുറച്ച് ഞാൻ പിന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോകുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നതും ഫസ്റ്റായിട്ട് ഒന്ന് യാത്ര ചെയ്യണം, രണ്ടാമത് ഫുഡ് കഴിക്കണം, തേർഡ് വൺ ഒരു മൂവി കാണണം. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ യാത്ര ചെയ്യുമ്പോൾ എന്ന സമയത്താണ് നമുക്ക് എന്തുകൊണ്ട് യാത്ര ചെയ്തില്ല എന്നുള്ളൊരു ടെൻഷൻ വരാം. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ മാത്രമേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇനി ദിവസവും യാത്ര ചെയ്യണം, എവിടേക്കെങ്കിലും അങ്ങനെ പോകണം എന്ന് വിചാരിക്കും. അപ്പം നമുക്ക് യാത്ര പോകുമ്പോഴാണ് ഈ ചിന്തയ്ക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ യാത്രയിൽ കിട്ടുന്ന വേറൊരു സംഭവമുണ്ട്. അതായത് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. നമ്മളിങ്ങനെ പല ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യരുത് കേട്ടോ. ഡ്രൈവ് ചെയ്ത ചിന്ത മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടെ ഡ്രൈവ് ചെയ്യണം എന്തായാലും. പക്ഷേ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് എല്ലാവരും വളരെയധികം ചിന്തിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരെക്കുറിച്ചൊക്കെ ചിന്തിക്കാതിരിക്കും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ടൈമുകളിൽ ഒന്നാണ് യാത്ര എന്ന് പറയുന്നത്. ബസ്സിലൊക്കെ ഇരുന്നിങ്ങനെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്, എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് ലൈഫിൽ, എന്തൊക്കെയാണ് എനിക്ക് വേണ്ടാത്തതൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈമാണ് ഒരു ബസ് യാത്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണ്, എൻ്റെ ഹാപ്പിനെസ് എന്തൊക്കെയാണൊക്കെ ചിന്തിക്കാറുണ്ട് ഈ ബസ് യാത്രയിലൂടെ. ആദ്യം ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു. അപ്പം അവിടെയായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നത്, അതിനടുത്ത്. അങ്ങനെ ഞാൻ ഇന്നൊരു ഹോട്ടലിൽ പോവാറുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇന്ന് ഞാൻ ആ ഹോട്ടലിൽ പോയിട്ടാണ്. ഓപ്പൺ ഹോട്ടലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു ഓപ്പൺ സ്ഥലമാണ് എനിക്ക് വളരെ അധികം ഇഷ്ടം. അപ്പോൾ ഹോട്ടൽ ഞാൻ ഭയങ്കര പ്രിഫർ ചെയ്യുന്ന ഒരു ഹോട്ടലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഇന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ ഓട്ടോയ്ക്കാണ് പോയത് ഗോകുലത്തിലേക്ക്. അങ്ങനെ അവിടെ എത്തി. ആ സമയത്താണ് ഞാൻ അവിടെ ഒരു വിഷുക്കണി കാണുന്നത്. നല്ല അടിപൊളിയാണ്. അവിടെ നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ടത്. അങ്ങനെ അവിടെ ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തു, വീഡിയോസ് എടുത്തു. ഒരു ഫോട്ടോ എടുക്കുന്നത് എനിക്കൊരു ചേച്ചിയല്ല കേട്ടോ, ചേച്ചിയായി ഇപ്പോൾ എല്ലാവരും എൻ്റെ അനിയത്തിയായിരിക്കും. ഒരു അനിയത്തിയാണ്, പക്ഷെ 2 മക്കളുണ്ട്. അവർക്ക് 2 ട്വിൻസാണുള്ളത്. അപ്പോൾ എനിക്കിവർ ഈ സമയത്തേക്ക് അവരെ ഓർക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാനങ്ങനെ നടന്നിട്ട് 3rd ഫ്ലോറാണ് തോന്നുന്നു. ഗോകുലമാളിൽ 3rd ഫ്ലോറിലാണോ 4th ഫ്ലോറിലാണോ എന്നറിയില്ല മൂവി ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ മോഹിനിയാട്ടം ശൈച്ചു കുറുപ്പിൻ്റെ മോഹിനിയാട്ടം മൂവി കണ്ടു. കാണാൻ
പോകാനാണ് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മൂവി കാണാൻ കയറിയിരിക്കുകയാണ്. ഇത് വരുള്ളൂ.